നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. പെരിയ ഇരട്ടക്കൊലക്കേസിൽ വിധി ശനിയാഴ്ച. സിപിഎം നേതാക്കൾ പ്രതികളായ കേസിൽ വിധി പറയുക കൊച്ചിയിലെ പ്രത്യേക സിബിഐ കോടതി. കാസർഗോഡ് അബ്ദുൾ സലാം വധക്കേസിൽ 6 പ്രതികൾക്ക് ജീവപര്യന്തം. VFBCKയിലെ സാമ്പത്തിക ക്രമക്കേടിൽ നടപടി. തൃശൂർ ഡെപ്യൂട്ടി മാനേജർ KU ബബിതയ്ക്ക് സസ്പെൻഷൻ. ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവ്. നടപടി ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ. പത്തനംതിട്ട ഇഞ്ചപ്പാറയിൽ നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ പുലി കൂട്ടിലായി. പുലി കുടുങ്ങിയത് 6 മാസം മുൻപ് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ. പ്രദേശത്ത് നിന്ന് പുലിയെ പിടികൂടുന്നത് 3ാം തവണ. പന്തളം നഗരസഭയിൽ ഭരണം നിലനിർത്തി BJP. അച്ഛൻ കുഞ്ഞു ജോൺ നഗരസഭാധ്യക്ഷൻ. LDF UDF കൂട്ടുകെട്ടിനുള്ള മറുപടിയെന്ന C കൃഷ്ണകുമാർ. നോക്കാം. പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഈ മാസം 28-ന് വിധി പറയും. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയാണ് വിധി പറയുക. 10 മാസത്തെ വിചാരണ പൂർത്തിയാക്കിയ ശേഷമാണ് CPM നേതാക്കൾ പ്രതികളായ കേസിൽ വിധി വരുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിൽ വിധി വരുമ്പോൾ അത് സംസ്ഥാന സർക്കാരിനും നിർണായകമാണ്. 2019 ഫെബ്രുവരി 17-ന് കാസർഗോഡ് പെരിയയിൽ വെച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ കൃപേഷിനെയും ശരത് ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. ആകെ 24 പ്രതികളുള്ള കേസിൽ CPM പെരിയ ഏരിയ സെക്രട്ടറിയായിരുന്ന A പീതാംബരനാണ് 1ാം പ്രതി. മുൻ MLAയും CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും CPM ഉദമ മുൻ ഏരിയ സെക്രട്ടറിയുമായ K മണികണ്ഠൻ, പെരിയ മുൻ ലോക്കൽ സെക്രട്ടറി N ബാലകൃഷ്ണൻ, പാക്കം മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ തുടങ്ങി നിരവധി പ്രാദേശിക നേതാക്കളും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ആദ്യം ലോക്കൽ പോലീസിലെ പ്രത്യേക സംഘവും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചുവെങ്കിലും CBI അന്വേഷണം ആവശ്യപ്പെട്ട് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും ബന്ധുക്കൾ കോടതിയെ സമീപിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാർ CBI അന്വേഷണത്തിനെതിരെ വലിയ പ്രതിരോധം തീർത്തുവെങ്കിലും കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിച്ച കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. 2023 ഫെബ്രുവരിയിലാണ് CBI കോടതിയിൽ വിചാരണ തുടങ്ങിയത്. ആദ്യം അറസ്റ്റിലായ 14 പേരിൽ K മണികണ്ഠൻ, N ബാലകൃഷ്ണൻ, ആലക്കോട് മണി എന്നിവർക്ക് ജാമ്യം ലഭിച്ചിരുന്നു. 1ാം പ്രതി പീതാംബരനടക്കം 11 പേർ 5.5 വർഷത്തിലേറെയായി വിയൂർ സെൻട്രൽ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് മൊഗ്രാൽ സ്വദേശി അബ്ദുൾ സലാമിനെ കഴുത്തറുത്ത് അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ. കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. സലാമിനെ കൊലപ്പെടുത്തിയ ശേഷം പ്രതികൾ തല വെട്ടിയെടുത്ത് പന്തുപോലെ കാലുകൊണ്ട് തട്ടിക്കളിച്ചെന്നാണ് കുറ്റപത്രം. 2 പ്രതികളെ കോടതി വെറുതെ വിട്ടു. പൊട്ടോരി മൂലയിലെ അബ്ദുൾ സലാമിനെ മൊഗ്രാൽ മാളിയങ്കര കോട്ടയിൽ വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷാവിധി. കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ജീവപര്യന്തം തടവും 1.5 ലക്ഷം രൂപ വീതം പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. 2 പ്രതികളെ വെറുതെ വിട്ടു. കുമ്പള ബദരിയ നഗറിലെ മാങ്ങാമുടി എന്ന അബൂബക്കർ സിദ്ദിഖ്, പേരാൽ സ്വദേശികളായ ഉമർ ഫാറൂഖ്, നിയാസ്, പെർവാഡിലെ സഹീർ, ആരിക്കാടി ബംബ്രാണിയിലെ ഹരീഷ്, മൊഗ്രാൽ മാളിയങ്കര കോട്ടയിലെ ലത്തീഫ് എന്നിവരെയാണ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി K പ്രിയ ശിക്ഷിച്ചത്. പിഴത്തുകയിൽ 2 ലക്ഷം രൂപ പരിക്കേറ്റ നൌഷാദിനും 6 ലക്ഷം രൂപ കൊല്ലപ്പെട്ട അബ്ദുൾ സലാമിന്റെ കുടുംബത്തിന് നൽകണമെന്നും വിധിയിൽ പറയുന്നു. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളൊക്കെ മുഖവിലക്കെടുത്ത് കോടതി അത് ശരിയാണെന്ന് കണ്ടെത്തുകയും നല്ലൊരു വിധി പറയുകയുണ്ടായി. അതിലിപ്പം 1 മുതൽ 6 വരെ പ്രതികളെയാണ് ലൈഫ് ഇംപ്രിസൺമെൻറ്റിന് ശിക്ഷിച്ച്, ബാക്കി 2 പേരെ വെറുതെ വിടുകയും തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുന്നതാണ് കോടതി പറഞ്ഞിട്ടില്ലേ. 2017 ഏപ്രിൽ 30-നാണ് കേസിനാസ്പദമായ സംഭവം. BJP പ്രവർത്തകനായ ദയാനന്ദനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ കുമ്പള പേരോൾ റോഡിലെ സിദ്ദിഖിന്റെ മണൽ ലോറി പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതും വീട് കയറി കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയതുമാണ് സിദ്ദിഖിനെയും കൂട്ടാളികളെയും ക്രൂരമായ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. അതിക്രൂരമായാണ് അബ്ദുൾ സലാമിനെ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. തല ഉടലിൽ നിന്നും വെട്ടിയെടുത്ത് കാലുകൊണ്ട് പന്തുപോലെ തട്ടിക്കളിച്ച് മറ്റൊരു പറമ്പിൽ കൊണ്ടിട്ടുവെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. സലാമിന്റെ കൂടെയുണ്ടായിരുന്ന ബദരിയ നഗറിലെ നൌഷാദിനും കുത്തേറ്റിരുന്നു. ഉമർ ഫാറൂഖ് 2 കൊലപാതക കേസുകളിൽ പ്രതിയാണ്. 2014 മാർച്ച് 27-ന് കുമ്പള മുൻ പഞ്ചായത്ത് അംഗം അഹമ്മദിന്റെ മകൻ ഷെഫീഖിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് കൊല്ലപ്പെട്ട അബ്ദുൾ സലാം. മണലെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അന്ന് ഷെഫീഖിന്റെ കൊലയ്ക്ക് കാരണമായത്. ഈ കേസിൽ ജയിലിലായിരുന്ന സലാം പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങിയായിരുന്നു.
53 സാക്ഷികളാണ് കേസിലുണ്ടായിരുന്നത്. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തികളും രക്തം പുരണ്ട വസ്ത്രങ്ങളുമടക്കം 16 തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി. കുമ്പള CI ആയിരുന്ന ഇപ്പോഴത്തെ ബേക്കൽ DYSP VV മനോജാണ് കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഒരു വിജയമാണ് ഇന്നത്തെ വിധി. വളരെ നല്ല വിധിയാണ് വന്നിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ഈ ഗുണ്ടായിസത്തിനെതിരെയുള്ള ശക്തമായ ഒരു വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. മറ്റു കൂടുതലാണ്. ന്യൂസ് 18 കാസർഗോഡ്. വണ്ടിപ്പെരിയാർ കേസിൽ കോടതി വെറുതെ വിട്ട അർജുൻ ഇന്ന് കട്ടപ്പന കോടതിയിൽ ഹാജരായി. അർജുനെ നേരത്തെ വിചാരണ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിനെ തുടർന്നായിരുന്നു കോടതി നിർദ്ദേശം. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ പ്രതി അർജുനെ കോടതി വെറുതെ വിട്ടിരുന്നു. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. കുറ്റവിമുക്തനാക്കപ്പെട്ടയാളോട് കീഴടങ്ങാൻ നിർദ്ദേശിക്കുന്നത് അപൂർവ നടപടിയാണ്. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അപ്പീലിൽ അർജുൻ മറുപടി സത്യവാങ്മൂലം നൽകിയില്ല. ഈ സാഹചര്യത്തിലായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ കടുത്ത നീക്കം. 10 ദിവസത്തിനകം കട്ടപ്പനയിലെ പോക്സോ കോടതിയിൽ ഹാജരാകാനായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അർജുൻ ഇന്ന് കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തത്. സർക്കാർ നൽകിയ അപ്പീലിൽ പ്രതി വിദേശത്തേക്ക് കടന്നു കളയാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചതാണ് കീഴ്ക്കോടതിയിൽ ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതെന്ന് അർജുന്റെ വക്കീൽ പ്രതികരിച്ചു. ഈ കേസ് ഈ 1.5 വർഷത്തോടെ കയറിയിറങ്ങി നടന്നത് ഞാനാ വിസ്തരിച്ചത്. അന്ന് വിധി പറഞ്ഞപ്പോൾ മാത്രമായാലും എനിക്ക് ഒരാൾക്കാത്തോണ്ട് ഞാൻ ജൂനിയർ വിട്ടു. അതിനുശേഷം ആരും എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടില്ല. കാര്യങ്ങൾ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇത്ര നിരപരാധി ഒരു കേസായിരുന്നു നമ്മൾ കൊല്ലത്തുനിന്ന് ഈ കേസ് നടത്തിയത്. ഹാജരാകാത്ത പക്ഷം പോലീസിന് അർജുനെ അറസ്റ്റ് ചെയ്യാമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. വിചാരണ കോടതിയുടെ അധികാരപരിധിക്ക് പുറത്തേക്ക് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇടുക്കി കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ മരണത്തിൽ ഇതുവരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താതെ പോലീസ്. സാബുവിനെ CPM നേതാവ് ഭീഷണിപ്പെടുത്തിയതും അന്വേഷണ പരിധിയിൽ വരുമെന്നും സർക്കാർ കുടുംബത്തിനൊപ്പമാണെന്നും സഹകരണ മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. ജില്ലയിലുണ്ടായിട്ടും സാബുവിന്റെ കുടുംബത്തെ മന്ത്രി സന്ദർശിച്ചില്ല. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണം ആശുപത്രി ആവശ്യത്തിന് പോലും തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് ചെറുകിട വ്യാപാരിയായ സാബു ജീവനൊടുക്കിയത്. സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെങ്കിലും ഇതുവരെയും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. സാബുവിനെ ഭീഷണിപ്പെടുത്തിയ CPM നേതാവ് VR സജിയുടെയും 3 ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്കെതിരെ ഇതുവരെ ആത്മഹത്യാ പ്രേരണ കുറ്റവും ചുമത്തിയിട്ടില്ല. അതേസമയം നെടുങ്കണ്ടത്ത് സംസ്ഥാന സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും പദ്ധതിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ടെങ്കിലും മന്ത്രി VN വാസവൻ ഇതുവരെയും സാബുവിന്റെ കുടുംബത്തെ സന്ദർശിച്ചിട്ടില്ല. സർക്കാർ കുടുംബത്തിനൊപ്പമെന്ന് മന്ത്രി പ്രതികരിച്ചു. നിയമാനുസൃതമുള്ള നടപടികൾ പോലീസ് അന്വേഷിച്ച് ഈ കാര്യത്തിൽ ജീവനക്കാരുടെ ഭാഗത്ത് എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ ആ കാര്യത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കണം എന്ന നിർദ്ദേശവും പോലീസിന് കൊടുത്തിട്ടുണ്ട്. ആ കാര്യത്തിൽ അന്വേഷണവും നടപടി ഉണ്ടാവും. കുടുംബത്തിന് എപ്പോഴും കുടുംബത്തോടൊപ്പമാണെന്ന് ആദ്യം തന്നെ പറഞ്ഞു. കുടുംബത്തിന് പണം ഉടനെ നൽകാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ജീവനക്കാർക്കും CPM നേതാവിനുമെതിരെയുള്ള അന്വേഷണം നടക്കുമെന്നും തെറ്റുകാരെ പാർട്ടി സംരക്ഷിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരളയിലെ സാമ്പത്തിക ക്രമക്കേടിൽ നടപടി. തൃശൂർ ജില്ലാ VFPCK ഡെപ്യൂട്ടി മാനേജർ KU ബബിതയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ആഭ്യന്തര അന്വേഷണത്തിന് 2 പേർ അടങ്ങുന്ന സംഘത്തെ നിയോഗിച്ച് CEO ഉത്തരവിറക്കി. വിജിലൻസ് അന്വേഷണം നേരിടുന്നവർക്കെതിരായ അച്ചടക്ക നടപടി വൈകുന്നത് സംബന്ധിച്ച ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇടപെടൽ. തൃശൂർ തൊട്ടിപ്പാളിലെ സ്വാശ്രയ കർഷക സമിതിയുടെ പേരിൽ വ്യാജ വൗച്ചറുകളും ബില്ലുകളും ഉണ്ടാക്കി വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ ഉദ്യോഗസ്ഥർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു വിജിലൻസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. പത്തനംതിട്ട കൂടൽ ഇഞ്ചപ്പാറയിൽ ഇറങ്ങിയ പുലി കൂട്ടിലായി. 6 മാസം മുൻപ് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. രാവിലെ കൃഷിയിടത്തിലെത്തിയ സ്ഥലം ഉടമ ഗോപിനാഥനാണ് കൂട്ടിൽ കുടുങ്ങിയ പുലിയെ ആദ്യം കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പുലിയെ കൊണ്ടുപോയി. 4 വയസ്സ് പ്രായമുള്ള പുലിയാണെന്നാണ് പ്രാഥമിക നിഗമനം. പരിശോധനകൾക്ക് ശേഷം ഇന്ന് തന്നെ പുലിയെ വനംവകുപ്പ് കക്കി വനമേഖലയിൽ തുറന്നുവിടും. അത് കൂടെ അവർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതിനെ കണ്ടു എന്നുള്ള രീതിയിൽ വന്നപ്പോൾ അത് കേസ് രൂപേണ വേറൊരു ഇതിൽ പോയി. ഇവിടുന്ന് പുലികളെ പിടിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ വ്യാജമാണെന്ന് പറഞ്ഞാൽ 3 പുലിയില്ലല്ലോ. ഏത് പുലികളില്ല, അങ്ങനെ വരത്തില്ലല്ലോ. അത് 3 പുലികളല്ല, അത് മേളിൽ പുലികളുണ്ട്. അത് കണ്ടവരുമുണ്ട് പല ഏരിയയിലായിട്ട്, പല സ്ഥലങ്ങളിൽ. ഇവിടെ ഒന്നിനെ കാണുമ്പോൾ മറ്റേ സ്ഥലത്ത് തന്നെ വേറെ ഒന്നിനെ ഒരേ സമയങ്ങളിൽ കണ്ടവരുണ്ട്. ടാപ്പിംഗ് തൊഴിലാളികളാണ് ഈ കാണുന്നത്. ഇവിടെ കൂടുതലും ടാപ്പിംഗ് തൊഴിലാളികളാണ്. താഴെ ടാപ്പിംഗ് ചെയ്യാറുണ്ട്, ഇവിടെ അങ്ങേയറ്റത്തും ടാപ്പ് ചെയ്യാറുണ്ട്. ഇവിടെ പോകുന്നവർ ഒരേ സമയം 2 എണ്ണത്തിൽ 3 എണ്ണം വെച്ച് കാണുന്നത്. ഇപ്പം ഈ കൂട് വെച്ചതിന് അടിവശത്ത് ആ എസ്റ്റേറ്റിലായിരുന്നു. ഒരു കൂട് വെച്ചത് ഈ പടിഞ്ഞാറെ പാക്കണ്ടെന്ന് പറയും, രണേന്ദ്രൻ്റെ വീട്ടിൽ. അങ്ങനെ ഇപ്പോൾ 3 എണ്ണത്തിനെ പിടിച്ചു.
തൃശൂർ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപം വീണ്ടും ഒറ്റയാന്റെ പരാക്രമം. ഏഴാറ്റുമുഖം ഗണപതി എന്ന ഒറ്റയാൻ സമീപത്തെ ട്രൈബൽ ഹോസ്റ്റലിലെ കവുങ്ങുകളും തെങ്ങുകളും നശിപ്പിച്ചു. അതിരപ്പള്ളി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഏറെ പണിപ്പെട്ടാണ് ആനയെ തുരത്തിയത്. ദിവസങ്ങൾക്ക് മുൻപ് ഗണപതി സ്റ്റേഷൻ വളപ്പിലും ആന എത്തിയിരുന്നു. തൃശൂർ പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയുടെ ആക്രമണം. വലിയകുളം എസ്റ്റേറ്റിലെ കബീറിന്റെ വീട്ടിലെ പശുവിനെ പുലി പിടിച്ചു. ഓടിക്കൂടിയ നാട്ടുകാർ പടക്കം പൊട്ടിച്ചതോടെയാണ് പുലി കാടുകയറിയത്. കഴിഞ്ഞ ദിവസം ഇതേ വീട്ടിലെ പശുക്കുട്ടിയെ പുലി കൊന്നിരുന്നു. പന്തളം നഗരസഭയിൽ BJP വീണ്ടും അധികാരത്തിൽ. നഗരസഭാ ചെയർമാനായി അച്ചൻകുഞ്ഞ് ജോൺ വിജയിച്ചു. മുൻ ചെയർപേഴ്സൺ സുശീല സന്തോഷ് രാജിവെച്ച പശ്ചാത്തലത്തിലായിരുന്നു വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നത്. BJPയുടെ 18 കൗൺസിലർമാർക്കൊപ്പം സ്വതന്ത്ര അംഗം രാധാകൃഷ്ണൻ ഉണ്ണിത്താന്റെയും പിന്തുണയോടെയാണ് അച്ഛൻ കുഞ്ഞു ജോൺ ചെയർമാനായത്. ഇടതു സ്ഥാനാർത്ഥി ലസിതയ്ക്ക് ലഭിച്ചത് 9 വോട്ടുകൾ. 5 UDF അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. LDF UDF കൂട്ടുകെട്ടിനുള്ള മറുപടിയാണ് സ്വതന്ത്രൻ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ BJPക്ക് ലഭിച്ചതെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ പറഞ്ഞു. പന്തളത്തിലെ ജനങ്ങളുടെ വികാരം, ഇന്ത്യ സഖ്യത്തിനെതിരായിട്ടുള്ള വികാരം കൂടി ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരിക്കുക. മുൻ നഗരസഭാ അധ്യക്ഷ സുശീല സന്തോഷ്, ഉപാധ്യക്ഷ U രമ്യ എന്നിവർക്കെതിരെ LDF കൊണ്ടുവരാൻ ശ്രമിച്ച അവിശ്വാസത്തിന് UDFന്റെ പിന്തുണയും BJPയിലെ 3 വിമത കൗൺസിലർമാരുടെയും പിന്തുണ ലഭിച്ചിരുന്നു. അവിശ്വാസം അവതരിപ്പിക്കാൻ 2 ദിവസം ബാക്കി നിൽക്കുകയായിരുന്നു ഇരുവരുടെയും രാജി. തുടർന്നാണ് ഇരു സ്ഥാനങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. മരടിൽ ഫ്ളാറ്റുകൾ പൊളിച്ച സ്ഥലത്ത് ഇനി നിർമ്മാണത്തിനുള്ള സാധ്യത പരിശോധിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ച അമിക്കസ് ക്യൂറി എത്തി. മരട് കേസിലെ അമിക്കസ് ക്യൂറി ഗൗരവ് അഗർവാളാണ് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം പരിശോധനയ്ക്ക് എത്തിയത്. തീരദേശ പരിപാലന നിയമം ലംഘിച്ചതിന് 4 ഫ്ളാറ്റ് സമുച്ചയങ്ങളാണ് സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് 2020 ജനുവരി 11, 12 തീയതികളിൽ പൊളിച്ചത്. 2019 തീരദേശ പരിപാലന പ്ലാൻ പ്രകാരം കാറ്റഗറി 2 പെടുന്ന മരടിൽ നിയന്ത്രണങ്ങളോടെ നിർമ്മാണം അനുവദിക്കാമെന്ന സംസ്ഥാനത്തിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. തുടർന്നാണ് മരടിൽ തുടർ നിർമ്മാണങ്ങൾക്കുള്ള സാധ്യത പരിശോധിക്കാൻ അമിക്കസ് ക്യൂറിയോട് നിർദ്ദേശിച്ചത്. അമിക്കസ് ക്യൂറി ഗൗരവ് അഗർവാൾ ഫ്ളാറ്റ് പൊളിച്ച സ്ഥലവും പരിസരങ്ങളും പരിശോധിച്ചു. വീണ്ടും നിർമ്മാണം അനുവദിക്കുമോ എന്നതിൽ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് നിർണായകമാണ്. ഫ്ളാറ്റ് പൊളിച്ച 4 പുതിയ നിർമ്മാണം നടത്തണമെന്നാണ് മരട് നഗരസഭയുടെ ആവശ്യം. ലോകം മുഴുവൻ ഇതിനെ സംബന്ധിച്ചിടത്തോളം മരടിനുണ്ടായിട്ടുള്ള മോശപ്പേര്, അതിൽ അന്നുണ്ടായിരുന്നുള്ള കുറ്റക്കാരായിട്ടുള്ള നഗരസഭയുടെ അന്നത്തെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഇവരെല്ലാം ഇന്ന് വെറുതെ നടക്കുകയാണ്. ചില ആളുകൾ മാത്രം ഇന്ന് കുറ്റക്കാരായി, അവർ മാത്രം ജയിലടക്കപ്പെട്ട സംഭവമാണ് ഇത്. സർക്കാർ ശക്തമായി ഇതിനെക്കുറിച്ച് ആ അന്വേഷണം എവിടെയാണോ നിർത്തിയത് അത് തുടരണമെന്ന് ഞങ്ങൾ പറയുന്നത്. ഹോളി ഫെയ്ത്ത് H2O, ഗോൾഡൻ കായലോരം, ജെയിൻ കോറൽ കോവ്, ആൽഫ സെറിൻ എന്നീ ഫ്ളാറ്റുകളാണ് കോടതി നിർദ്ദേശപ്രകാരം പൊളിച്ചത്. ഫ്ളാറ്റ് പൊളിച്ചത് ശരിയായ തീരുമാനമാണോ എന്ന സംശയവും സുപ്രീം കോടതി പ്രകടിപ്പിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. ലോകം മുഴുവൻ പ്രത്യാശയോടെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മുനമ്പംകാർ സ്വന്തം മണ്ണ് കൈവിട്ടു പോകാതിരിക്കാൻ നിരാഹാരം തുടരുകയാണ്. മുനമ്പത്തെ 610 കുടുംബങ്ങളിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിയുള്ള നിരാഹാര സമരത്തിനാണ് ക്രിസ്മസ് ദിനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. സമരം ഇന്ന് 72 ദിവസം എത്തി. ഇത് സമരം ഇത് കഴിയണവരെയും ഞങ്ങൾ ഇവിടെ ഇരിക്കും. ഞങ്ങൾ ഇതുവരെയും ഞങ്ങൾക്ക് ദുഃഖം തന്നെ. ഞങ്ങൾക്കൊരു സന്തോഷ സമാധാനം കിട്ടണമെങ്കിൽ ഭൂമി ഇത് ഞങ്ങൾക്ക് സമാധാനമായിട്ട് തന്നെ കിട്ടണം. ഈ ക്രിസ്മസ് പെരുന്നാൾ വന്നി സന്തോഷത്തോട് സമാധാനം മക്കളൊക്കെ വരും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സമരപന്തലിലായിരിക്കും. മുനമ്പത്തുകാർക്കും ക്രിസ്മസ് ആഘോഷത്തിന്റെയും പ്രത്യാശയുടെയും ദിനങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം വരെ. മുണ്ടുമുറുക്കി അധ്വാനിച്ചു കൊണ്ടുവന്നതെല്ലാം കുഞ്ഞു മക്കൾക്ക് നൽകിയായിരുന്നു ക്രിസ്മസ് ദിനങ്ങൾ. എന്നാൽ ഇക്കൊല്ലം ഇവിടെ ആഘോഷങ്ങളില്ല. ഭൂമി തിരികെ പിടിക്കാനുള്ള ശ്രമം മാത്രം. ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ കൊല്ലത്തെ ക്രിസ്മസ് ഒക്കെ ഉപരോധിച്ചിട്ട് സമരത്തിനായിട്ട് എല്ലാ ആൾക്കാരും ഒത്തൊരുമിച്ചോട് നിൽക്കണേണ്. ഞങ്ങൾക്ക് നീതി കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോരാടുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ഞങ്ങൾ എല്ലാവരും ബഹിഷ്കരിച്ചിട്ട് എല്ലാവരും ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ നിരാഹാരമായിട്ട് ഇരിക്കാൻ വേണ്ടി ഈ തീരുമാനിച്ചേക്കണേണ്. ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് തിരികെ കിട്ടണം. ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ് ഞങ്ങൾ ഈ 10-35 കൊല്ലം ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട്. അന്ന് തുടങ്ങി ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അത് വെച്ച് ചെയ്തിരുന്നതാണ്. കരമടക്കുകയും പണയപ്പെടുത്തുകയും പൈസ എടുക്കുകയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നതാണ്. ഇപ്പം ഇതൊരു പെട്ടെന്നല്ല ഇങ്ങനെ വന്നുകൊണ്ട് പറയണത്. വീടുകളിലും പള്ളികളിലും നക്ഷത്രങ്ങളില്ല, പുൽക്കൂടില്ല.
ക്രിസ്മസ് ആഘോഷിക്കേണ്ട കുഞ്ഞുങ്ങളും നിരാഹാര പന്തലിൽ. ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഭക്ഷണമില്ല, എല്ലാവരും നിരാഹാരത്തിലായിരിക്കും, നക്ഷത്രങ്ങളൊന്നും ഇടുന്നില്ല. ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തരാത്തതിൻ്റെ പ്രതിഷേധമാണ്. എല്ലാ കുടുംബങ്ങളും ഇല്ല, എല്ലാവരും തന്നെ ഈ സമരപ്പന്തലുണ്ടാവും. ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് തീർത്ത് തന്നെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ക്രിസ്മസ് ദിനത്തോടെ മുനമ്പം ജനത കടക്കുന്നത് സമരത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കാണ്. കുടുംബി, വെട്ടുവ, SNDPയുടെ സംഘടനകളിൽ നിന്നും അവരുടെ കുടുംബങ്ങളിൽ നിന്നും ഓരോ വ്യക്തി ഇതിൽ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 500 പേര് അന്ന് ഇവിടെ നിരാഹാര സമരത്തിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും പലരും വിളിച്ച് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അവർ നിരാഹാര സമരത്തിലൊന്ന് പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മുനമ്പം ജനതയ്ക്ക് ഇത് സമരത്തിന്റെ ദിനങ്ങളാണ്. തിരുപ്പിറവി ദിനത്തിലും ഈ സമരമുഖത്തെത്തി നിരാഹാരം അനുഷ്ഠിക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. ക്രിസ്മസ് ഒരുക്കത്തിലാണ് നാട്. ആഘോഷത്തിന്റെ ഭാഗമായി 100 കണക്കിന് ക്രിസ്മസ് പാപ്പാമാരാണ് പുനലൂർ തൂക്കുപാലത്തിൽ ഒത്തുചേർന്നത്. പുനലൂരിലെ മിക്ക സ്കൂളുകളും ക്രിസ്തുമസ് ആഘോഷിച്ചത് തൂക്കുപാലത്തിലാണ്. 100ഓളം ക്രിസ്മസ് പാപ്പാമാർ ഒത്തുകൂടിയത് കൗതുക കാഴ്ചയായി. സെന്റ് ജോൺസ് LP സ്കൂൾ അതിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ കൂടി ഭാഗമായി 100 ക്രിസ്തുമസ് അപ്പൂപ്പന്മാരെയാണ് തൂക്കുപാലത്തിൽ അണിനിരത്തിയത്. സെന്റ് ഗോരേറ്റി, ശബരിഗിരി തുടങ്ങിയ മറ്റ് സ്കൂളുകളും ആഘോഷത്തിന്റെ ഭാഗമായി തൂക്കുപാലത്തിൽ അണിനിരന്നു. തൂക്കുപാലത്തിലെത്തിയ ക്രിസ്മസ് പാപ്പാമാരെ കാണാൻ 100 കണക്കിന് ആളുകളെത്തി. ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ K. പുഷ്പലത നിർവഹിച്ചു. ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാര് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പേരിൽ ലോകത്തെല്ലാവരും ആഘോഷിക്കുന്ന ഒന്നാണ് ക്രിസ്മസ്. ലോകത്തെന്നും സമാധാനം ഉണ്ടാവട്ടെ. മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ന്യൂസ് 18 പുനലൂർ. വയനാട്ടിൽ ബോച്ചെ 1000 ഏക്കറിൽ പുതുവത്സര ആഘോഷം നടത്താൻ ജില്ലാ കളക്ടർ അനുമതി നൽകുമെന്നാണ് പ്രതീക്ഷയെന്ന് ബോബി ചെമ്മണ്ണൂർ. സൺബേൺ എന്ന് പേരിട്ട ഈ പരിപാടിയുടെ ലാഭം മുഴുവൻ ദുരിതബാധിതർക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. വയനാട്ടിൽ പലരും പുതുവത്സരാഘോഷം സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും തനിക്കെതിരെ മാത്രം പരാതി ഉയർന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. മലപ്പുറം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട്ടിലെ വിനോദസഞ്ചാര മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള കഠിന പ്രയത്നമാണ് നടക്കുന്നത്. ഇതിന്റെ കൂടി ഭാഗമായാണ് സൺബേൺ എന്ന് പേരിട്ട പുതുവത്സരാഘോഷ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകുമ്പോഴാണ് പരിപാടി നടത്തുന്നതിനെതിരെ ചിലർ ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് ഹൈക്കോടതി കലക്ടറുടെ അനുമതിയോടെ മാത്രമേ പരിപാടി സംഘടിപ്പിക്കാവൂ എന്ന് ഉത്തരവിടുകയും ചെയ്തത്. എല്ലാ കാര്യങ്ങളും കലക്ടറെ അറിയിച്ചിട്ടുണ്ടെന്നും അനുവാദം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. ജനങ്ങൾ അറിയണം, ഇവിടെ ആഘോഷമുണ്ട്, ഇവിടെ എല്ലാവരും വരുന്നുണ്ട്, ടൂറിസം ഉണ്ട്. അപ്പോൾ അതൊക്കെയുള്ള ഉദ്ദേശത്തിൽ ഇതൊക്കെ പലരും ആയിട്ടൊക്കെ ആലോചിച്ചിട്ടാണ് ഈ പ്രോഗ്രാമൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. മിക്കവാറും നാളെ കളക്ടർ അതിന് മറുപടി പറയും എന്നാണ്. ദുരന്തബാധിതരെ കൂടെ കൂട്ടിയാണ് ഈ ആഘോഷം സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ലാഭം മുഴുവൻ ദുരന്തബാധിതർക്കാണ് നൽകുക. ദുരന്തബാധിത മേഖലയിലുള്ളവർക്ക് പരിപാടിയിലേക്ക് സൗജന്യ പ്രവേശനമാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം നോൺ പ്രോഫിറ്റ് മേക്കിംഗ് 1 രൂപ പോലും ലാഭം എടുക്കാതെ കംപ്ലീറ്റ്ലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ്. മലപ്പുറം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു ബോബി ചെമ്മണ്ണൂർ. ക്രിസ്മസ് കേക്ക് മുറിക്കുകയും ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്ത ബോബി ചെമ്മണ്ണൂർ പ്രസ് ക്ലബിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ന്യൂസ് 18 മലപ്പുറം. പാലക്കാട് മണ്ണാർക്കാട് 5ാം ക്ലാസ്സുകാരന്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് രക്ഷിക്കാനായത് 2 ജീവനുകൾ. വൈദ്യുതി പോസ്റ്റിൽ നിന്നും ഷോക്കേറ്റ സഹപാഠിയെ രക്ഷിച്ച സിദാനാണ് ഇപ്പോൾ നാട്ടിലെ റിയൽ ഹീറോ. കഴിഞ്ഞ ദിവസം രാവിലെയാണ് സുഹൃത്തുക്കളോടൊപ്പം ബസ് സ്റ്റോപ്പിൽ നിൽക്കവേ തൊട്ടടുത്ത വൈദ്യുതി പോസ്റ്റിൽ നിന്ന് 5ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് റാജിഹിന് ഷോക്കേറ്റത്. അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച 7ാം ക്ലാസ്സുകാരൻ ഷഹജാസിനും നിസാരമായി പരിക്കേറ്റു. എന്നാൽ മുഹമ്മദ് സിദാൻ എന്ന ഈ 10 വയസ്സുകാരന്റെ സംയോജിത ഇടപെടൽ തന്റെ സുഹൃത്തുക്കളുടെ ജീവൻ രക്ഷിച്ചു. ഇതോടെ നാട്ടിലെ ഹീറോ ആണ് ഈ കൊച്ചുമിടുക്കൻ.
മണ്ണാർക്കാട് കോട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് സിദാൻ. കോട്ടോപ്പാടം കൊടുവള്ളിപ്പുറം കല്ലായത്ത് വീട്ടിൽ ഉമർ ഫാറൂഖിന്റെയും ഫാത്തിമത്ത് സുഹറയുടെയും മകനാണ് മുഹമ്മദ് സിദാൻ. സംഭവം അറിഞ്ഞതോടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മുഹമ്മദ് സിദാനെ നേരിൽ വിളിച്ച് അഭിനന്ദിച്ചു. സ്കൂൾ PTA-യും സ്റ്റാഫ് കൗൺസിലും അനുമോദിച്ചു. ന്യൂസ് 18 മണ്ണാർക്കാട്. വ്യത്യസ്തതകൾ കൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച് മലപ്പുറത്തെ ഒരു കുടുംബം. സലീം പടവണ്ണയും 2 പെൺമക്കളുമാണ് ഇന്ത്യയിലെ ഈ വർഷത്തെ ഗിന്നസ് ഫാമിലി എന്ന ബഹുമതി സ്വന്തമാക്കിയത്. ഇന്ത്യയിലെ ഈ വർഷത്തെ ഗിന്നസ് ഫാമിലി എന്ന നേട്ടം കൈവരിക്കാൻ മഞ്ചേരി സ്വദേശിയായ സലീമും കുടുംബവും കൈക്കൊണ്ട മാർഗങ്ങളും തെരഞ്ഞെടുത്ത ചാലഞ്ചുകളും കേട്ടാൽ ആരും ഒന്ന് അമ്പരക്കും. കൈകൊണ്ട് തൊടാതെ വായ കൊണ്ട് തൊലി നീക്കി പഴം കഴിക്കാനാവുമോ? മഞ്ചേരിക്കാരൻ സലീമിന് ഇതൊന്നും ഒന്നുമല്ല. 9 ഇഞ്ച് നീളവും 135 ഗ്രാം തൂക്കവും വരുന്ന വാഴപ്പഴം കൈ തൊടാതെ 17.82 സെക്കൻഡിൽ കഴിച്ചു തീർത്താണ് സലീം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ മുത്തമിട്ടത്. കൈ തൊടാതെ പഴം കഴിച്ചതിന് 2 റെക്കോർഡ്, ബേബി ബോട്ടിലിൽ വെള്ളം കുടിച്ചതിന് റെക്കോർഡ്, ഹുലാ ഹൂപ്പ് റൊട്ടേഷനിൽ 1 റെക്കോർഡാണ് എനിക്ക്. ഗിന്നസ് നേട്ടമെന്നത് സലീമിന്റെ കുടുംബത്തിന് പുതുമയല്ല. കാരണം സലീമിന്റെ 2 മക്കളും ഗിന്നസ് റെക്കോർഡ് നേടിയവരാണ്. തലയിൽ കൈകോർത്ത് വെച്ച് ഇടത് കൈമുട്ടും വലത് കാൽമുട്ടും അതുപോലെ വലത് കൈമുട്ടും ഇടത് കാൽമുട്ടും തട്ടത്തക്ക വണ്ണത്തിൽ ചുവട് വെച്ചതിനാണ് മകൾ ജുവൈരിയ ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ചത്. ഒരാൾ മാത്രമല്ല, സലീമിന്റെ മറ്റൊരു മകളായ ആയിഷ സുൽത്താനയും ഗിന്നസ് റെക്കോർഡ് നേട്ടക്കാരി തന്നെയാണ്. ഏറ്റവും വേഗത്തിൽ ആൽഫബറ്റിക് ഓർഡറിൽ പുസ്തകങ്ങൾ ക്രമീകരിച്ചായിരുന്നു സുൽത്താനയുടെ മുന്നേറ്റം. മോൾക്ക് ആൽഫബറ്റിക് ഓർഡറിൽ പെട്ടെന്ന് ബുക്ക് അറേഞ്ച് ചെയ്തതിനാണ് മോൾക്കുള്ള ഗിന്നസ് റെക്കോർഡ്. ഈ മോൾക്ക് പെട്ടെന്ന് നീ ടു എൽബോ സ്റ്റെപ്സ് വെച്ച് ഏറ്റവും വേഗത്തിൽ നീ ടു എൽബോ സ്റ്റെപ്സുകൾ വെച്ചതിനാണ് മോൾക്കുള്ള ഗിന്നസ് റെക്കോർഡ് വന്നിട്ടുള്ളത്. പിതാവും മക്കളുമെല്ലാം ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയതോടെ ഒരു ഗിന്നസ് ഫാമിലിയായി മാറിയിരിക്കുകയാണിപ്പോൾ സലീമിന്റെ കുടുംബം. ഇനി ഭാര്യയെയും മരുമകളെയും കൂടി ഈ നേട്ടത്തിന് അർഹയാക്കണമെന്നാണ് സലീമിന്റെ ആഗ്രഹം. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. മോസ്റ്റ് സ്റ്റെപ്പ് അപ്പ് എന്ന കാറ്റഗറിയിൽ മത്സരിക്കാനാണ് ഭാര്യ MC റഷീദ പരിശീലിക്കുന്നത്. അതേസമയം പുതിയ ഇനങ്ങളിലും സലീം പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തക്കാളി കട്ടിങ്ങിലാണ് പുതിയ പരീക്ഷണം. ഗിന്നസിന്റെ 68 വർഷത്തെ ചരിത്രത്തിൽ വ്യക്തിഗത ഇനത്തിൽ കേരളത്തിൽ നിന്ന് നേട്ടം കൈവരിക്കുന്ന 65ാമത്തെ വ്യക്തിയും മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 3ാമത്തെ വ്യക്തിയുമാണ് സലീം. ഇന്ത്യൻ റെക്കോർഡിനുമപ്പുറം ലോകത്തിന്റെ തന്നെ ഗിന്നസ് ഫാമിലി എന്ന റെക്കോർഡിലേക്കുള്ള തയ്യാറെടുപ്പിലാണ് സലീമും കുടുംബവും ഇപ്പോൾ. ന്യൂസ് 18 തിരൂർ. റോട്ടറി ക്ലബ് ഓഫ് കൊയിലോൺ സംഘടിപ്പിക്കുന്ന കൊല്ലം ഫുഡ് കാർണിവൽ ഭക്ഷണ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമാകുന്നു. 20ഓളം സ്റ്റാളുകളിലായി സംഘടിപ്പിച്ചിരിക്കുന്ന മേള കൊല്ലം ബീച്ചിലാണ് നടക്കുന്നത്. രുചികരമായ ആഹാരത്തിനപ്പുറം ഒരു നല്ല ഉദ്ദേശമുണ്ട് റോട്ടറി ക്ലബിന്റെ ഫുഡ് കാർണിവലിനു പിന്നിൽ. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ഫെലിസിറ്റേഷൻ സെന്റർ സ്ഥാപിക്കാനുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമാണിത്. 25 ലക്ഷം രൂപയാണ് സെന്ററിന്റെ നിർമ്മാണ ചെലവായി പ്രതീക്ഷിക്കുന്നത്. കുടുംബശ്രീ യൂണിറ്റുകൾ, നഗരത്തിലെ പ്രമുഖ റെസ്റ്റോറന്റുകൾ തുടങ്ങിയവയുടെ സ്റ്റാളുകളുള്ള മേളയിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. പഴയ കാലത്തൊരു വിഭവമാണ് ക്രിസ്മസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ പലഹാരത്തിലാണ് കൂടുതൽ വീട്ടിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഇത് ചെയ്യുന്നതിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കെന്തോ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടത്തോടുകൂടി ഇത് തിരക്കി പിടിച്ച് വന്നു കഴിക്കുക. തനിനാടൻ വിഭവങ്ങൾ മുതൽ ജപ്പാനീസ് രുചികൾ വരെ വിളമ്പുന്ന മേള കൊല്ലം ബീച്ചിലെ റോട്ടറി കമ്മ്യൂണിറ്റി സെന്ററിലാണ് നടക്കുന്നത്. പാചക വിദഗ്ധർ പങ്കെടുക്കുന്ന ടോക്ക് ഷോകളും പാചക മത്സരങ്ങളും മേളയുടെ ഭാഗമായി നടത്തുന്നുണ്ട്. പ്രശസ്ത കലാകാരന്മാർ നയിക്കുന്ന കലാപരിപാടികളും വൈകുന്നേരങ്ങളിൽ നടക്കും. ന്യൂസ് 18 കൊല്ലം. തങ്കയങ്കി ഘോഷയാത്ര മറ്റന്നാൾ വരാനിരിക്കെ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. 6 മണിവരെ 79,095 ഭക്തർ മല കയറി. വിവിധ കേന്ദ്രങ്ങളിൽ നിയന്ത്രിച്ചാണ് ഭക്തരെ കടത്തിവിടുന്നത്. തിരക്ക് മുൻനിർത്തി എരുമേലി കാനനപാത വഴിയുള്ള സഞ്ചാര സമയം 1 മണിക്കൂർ വർദ്ധിപ്പിച്ചു. നാളെ പോലീസിന്റെ കർപ്പൂരാഴി നടക്കും. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഏവർക്കും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,090 രൂപ, പവന് 56,720 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,865 രൂപ, പവന് 46,920 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, കിലോഗ്രാമിന് 95,000 രൂപ.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഏവർക്കും കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം പ്രൈം ഡിബേറ്റ്. മഞ്ജുഷ് ഗോപാലത്ത്. നമസ്കാരം.